താങ്ക്സ് മോളി. ഓക്കെ, വെൽക്കം. എന്തായി കേശുന്റെ കാര്യം? ഞാൻ മെറിലിനെ വിളിച്ച് ഇച്ചിരി സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. വരുമായിരിക്കും. ഞാനും പാവം അകത്തിടന്ന് പൊളയണുണ്ട്. ഇവൻ ഇത്രയും ഇമോഷണൽ ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ശരിക്കും എന്തോന്നാണ് പ്രശ്നം? അത് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു. അറിയാലോ, പറയില്ലല്ലോ. അപ്പൊ ഞാൻ നൈസായിട്ട് ചീനുവിനെ വിളിച്ചു. ഇപ്പോഴാണ് അറിയണത് ഇവൻ കോളേജിൽ വലിയ എന്തോ പുള്ളിയൊക്കെ ആണല്ലോ. അപ്പൊ ഇവന്റെ ക്ലാസ് എന്താ വഴക്കുണ്ടായപ്പോഴത്തേക്ക് ഇവനും അതിനകത്ത് ഇടപെട്ട്. അതും മെർലിനെ അറിഞ്ഞ്. മെർലിന്റെ ഫ്രണ്ട് ആരും എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടേ, ആ ചെറുക്കൻ ഒറ്റി കൊടുത്തതാ. അതിന്റെ പേരും പറഞ്ഞ് വഴക്കായി. സംഭവം രൂക്ഷമായത് എങ്ങനെയാന്ന് വെച്ചാലേ, മെർലിൻ ഇവരെയും വിളിച്ചുകൊണ്ട് ഏതോ ഒരു പള്ളിയിൽ കൊണ്ടുപോയിട്ട് സത്യം ചെയ്യിപ്പിച്ച് ഇനി മേലെ അടിയൊന്നും ഉണ്ടാക്കില്ല. അടുത്ത ദിവസം തന്നെ ഇവന്റെ കോളേജിൽ വഴക്കുണ്ടായി. അളിയൻ പ്രകോപിതനായിട്ട് നേരെ ചാടി വീണു. അതും മെർലിൻ അറിഞ്ഞു. ഇവൻ കാരണമാണ് വഴക്കുണ്ടായ? അളിയൻ കാരണമൊന്നുമല്ല, വേറെ ഏതോ പിള്ളേർ എന്തൊക്കെയോ ഒപ്പിച്ചതാണ്. പക്ഷെ ഇവൻ ചെന്ന് ഇടപെട്ട്. അതാണ് സംഭവം. ഞാൻ ഒരു കാര്യം പറയാം. പണ്ടച്ഛൻ ചാടി വീണ് വഴക്കുണ്ടാക്കുന്ന സ്വഭാവ ചേട്ടന് അത് മാറ്റിയേ പറ്റൂ. എത്ര വയസ്സുണ്ട് നിനക്ക്? 7-8 വയസ്സല്ലേ ഉള്ളൂ. 10-30 വയസ്സുള്ള ആൾക്കാരെ പോലെയാണ് സംസാരം. നീ എന്താ അമ്മച്ചിയാ? ആ അച്ഛനെ പോലെയെന്ന്. ചേച്ചി മെർലിനാ ഇരിക്കണോ? ഇരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെന്താ കൊച്ചു പിള്ളേരാ? വെറുതെ കിടന്ന് വഴക്ക് കൂടാൻ ഇതൊക്കെ സോൾവ് ചെയ്തൂടി? എടാ, നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അപ്പൊ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോണ ആളൊന്നും അല്ല. പോണെങ്കിൽ പോട്ട് ചേച്ചി, എനിക്കെന്ത്? അതൊക്കെ അവരോട് ഇഷ്ടമല്ലേ. വിട് ചേച്ചി, പിണങ്ങല്ലേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടതല്ലേ? കൊച്ചേ ഉണ്ടായിരുന്നേ, പോയിട്ടാ കേശുവിനെ വിളിച്ചോണ്ടോ. കേശുട്ടാ വിളിക്കുന്നു. ആന്റി അങ്കിളൊക്കെ ആന്റി ഞങ്ങളും കുട്ടുമാവൻ ഇവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോയതാ. കുറച്ച് കഴിയുമ്പോ വരും. മെർലി ഇരിക്കും. എന്താണ് കേശു അന്നാണ് ഒരു പരിചയമില്ലാത്തവർ നിക്കണം? എനിക്കാരുടെ ഷോ ആണായിരുന്നു വയ്യ. എന്താ? എനിക്കാരുടെ ഷോ ആണാ വയ്യെന്ന്. ഇത് ചെറുപ്പം ഞാൻ വിളിച്ചു വരുത്തിയതാണ്, അല്ലാതെ നിന്റെ എന്നെക്കൊന്നും പറയിപ്പിക്കരുത്. ഓ, കൾച്ചറുള്ള ഡാഡിയുടെയും മമ്മിയുടെയും പുന്നാര മോക്ക് വിളിച്ചാ ഉടനെ വരാനങ്ങ് സമയം കിട്ടുമോ? ചേച്ചി ഞാൻ പോണേ. എന്തോന്നടാ കേശു, വീട്ടിൽ വന്ന് പറഞ്ഞ ഒരാളോട് ഇങ്ങനെ പെരുമാറണേ? സ്വഭാവം അല്ലെങ്കിൽ മാറില്ലല്ലോ. ഓ, റോട്ടിലും അവിടെ എവിടെ ഒക്കെ എന്നെ കുറ്റപ്പെടുത്തിയത് പോരാ, ഞാൻ വീട്ടിൽ വന്ന് കുറ്റപ്പെടുത്താൻ വന്നേക്കോണോ? നിങ്ങൾ ഉടക്കാതെ സോൾവ് ആക്കാൻ നോക്ക്. സ്നേഹിക്കുന്നതല്ലേ രസം. കുരിപ്പേ, ക്ലാസ്സിൽ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ സ്നേഹിക്കണ കാര്യമൊക്കെ പറയുന്നത്? ഉണ്ടായിരുന്നോളാം. നിന്നെ അത്ര കാര്യമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, നിന്റെ അലമ്പ് പരിപാടിയൊക്കെ നിർത്തിക്കും. അലമ്പ് പരിപാടിയാ? ചേച്ചി അതും ചേച്ചിയുടെ അലമ്പ് പരിപാടി നിർത്ത്. എന്തോന്നടാ കേശു? ഞാൻ വെറും മാംസമിണ്ടല്ല. ജീവിതത്തിൽ പ്രതികരിക്കേണ്ട അവസരം വരുമ്പോ പ്രതികരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥനായി ജീവിക്കുന്നവനല്ല ഞാൻ. എനിക്ക് എന്റെ അച്ഛനും അമ്മയെ പഠിപ്പിച്ചെന്ന വഴി കൂടെ പോകാൻ പറ്റൂ. ഇതന്നെ ഞാൻ പറഞ്ഞേ, നമ്മൾ തമ്മിൽ ശരിയാവില്ലാന്ന്. രണ്ടുപേരും കൂടെ ഒന്ന് നിർത്തുവോ? കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. രണ്ടുപേർക്കും 10-22 വയസ്സായില്ലേ? എന്നിട്ട് പിള്ളേരെ കളിക്കണ പോലെ കളിക്കാ. അപ്പം മനുഷ്യന് പ്രാന്തായിട്ട് വയ്യ. കേശു, നീ അല്ലേടാ അവിടെ പട്ടി മോങ്ങണ പോലെ കിടന്ന് മോങ്ങിയത് എന്നും പറഞ്ഞിട്ട്? വെറുതെ അറിയോ, ആ റൂമിലേക്ക് കയറാൻ പറ്റില്ല, അവിടെ കിടക്കാൻ പറ്റില്ല. ആ തലയുടെ മൊത്തം അവന്റെ കണ്ണീരും ഈത്തലുമാണ്. എന്നിട്ട് മെർലിനെ കണ്ടപ്പോഴത്തേക്ക് അവന്റെ ഷോ നിർത്തിക്കോട്ടെ മര്യാദക്ക്. ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഡേ, ഒന്നെങ്കിൽ നീ ഇതൊക്കെ പറഞ്ഞ് സോൾവ് ആക്ക്, അല്ലെങ്കിൽ അവളെ വഴിക്ക് പോവാതിരി. എന്നെ എല്ലാവരും കൂടെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കല്ലേ? കൊച്ചനെ ഒരു കാര്യം പറയാം, നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഇവൻ എന്തായാലും നന്നാവാനൊന്നും പോകുന്നില്ല. ഇവൻ വല്ല റോട്ടിൽ കിടന്ന ആൾക്കാരുടെ അടി ഇടിയും കൊണ്ട് ചാവത്തേ ഉള്ളൂ. ഓ, റോട്ടിൽ കിടന്ന ആൾക്കാരുടെ അടി ഇടിയും കൊണ്ട് ചാവാൻ പോണ അങ്ങ് ഗൾഫിൽ കിടക്കണവേ. ഇത് എന്തോന്നിത്? എല്ലാ അലമ്പ് കൂട്ടങ്ങൾ തന്നെ. എന്തോന്ന് പറഞ്ഞേ? എന്തോന്ന് പറഞ്ഞേ? ഒരു കാര്യം പറ, മേലെ വീട്ടിൽ കയറി പോലെ. വേറെ ഏതോ വീട്ടിലെ കൊച്ചാണ് കഴുത്തിന് പിടിക്കണ. ഇവിടെ നിന്ന് കിട്ടണടാ. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ കുടുംബം ഒരു ഗുണ്ടാ കുടുംബമായത്. എന്തോന്നിത്? സർവനാശം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.